സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഇനി ട്വിസ്റ്റ് ഉണ്ടാകില്ല. രാഹുലിനൊപ്പം ഇനി ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറല്ലെന്ന് മകൾ അറിയിച്ചതായി യുവതിയുടെ അച്ഛൻ പറയുന്നു. ആദ്യമുണ്ടായിരുന്ന കേസ് മകളെ ഭീഷണിപ്പെടുത്തിയാണ് അനുനയിപ്പിച്ചത്. ആംബുലൻസിൽ വെച്ചുവരെയും മകളെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ആദ്യത്തെ കേസ് വീണ്ടും അന്വേഷിക്കാനും ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കാനും കുടുംബം ഹർജി നൽകും. കാരണം വെച്ചാൽ ഒരു പ്രാവശ്യം അവന് വേണ്ടി മൊഴിമാറ്റി പറഞ്ഞതാണ്. അപ്പം അങ്ങനെ അത് കുടുംബത്തിനൊക്കെ വളരെ വേദന ഉണ്ടാക്കിയ സംഗതിയാണ്. അവൻ നീ എന്ത് പറയുന്നു? അപ്പോൾ അവൾ തീർച്ചപ്പെടുത്തി പറഞ്ഞു, ഒരിക്കൽ പോലും ഞാൻ ഇനി അവനെ കൂടി ജീവിക്കാൻ തയ്യാറല്ല. അവളാണ് പരാതി കൊടുത്തിരിക്കുന്നത്. വീട്ടിൽ വെച്ച് മർദ്ദിച്ചതിന് ശേഷം ആംബുലൻസിലാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആംബുലൻസിനെ സ്ട്രെച്ചറിൽ കിടത്തി ബെൽറ്റിട്ട് കിടത്തിയിരിക്കുന്ന ഈ കുട്ടിയെ അവർ അവിടെ അതിൽ വെച്ച് മർദ്ദിച്ചു എന്നുള്ളത് നമുക്ക് സഹിക്കാൻ പറ്റുന്നത്. എത്രയോ ക്രൂരമായ ഒരു പ്രവൃത്തി, അങ്ങനെയുള്ള ക്രൂര മനസ്സിൻ്റെ ഒരു ഉടമ, ഒരു സൈക്കോ ടൈപ്പായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവർ പറയുന്നത് പോലെ ഇവൾക്ക് പറയേണ്ടി വന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ആ മൊഴിമാറ്റം. അത് ആ യൂട്യൂബ് ചാനലിൽ 47 മിനിറ്റ് അവൾ സംസാരിക്കുന്നുണ്ടല്ലോ, അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അവൾ ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അവർ എഴുതി കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയായിരുന്നു. അവൾക്കിപ്പോൾ ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്കൊരു ജോലി ഉണ്ടായിരുന്നില്ലേ, ടാറ്റ എലക്സി എന്ന് പറയുന്നൊരു കമ്പനിയിൽ സീനിയർ എഞ്ചിനീയറായിട്ട് അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ മാനസികമായ വേദനയിലേക്കും അവൾക്കൊണ്ട് ഇപ്പോഴും ഉണ്ട്. അവളുടെ ഇപ്പോൾ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് ആ ജോലി വീണ്ടും തിരിച്ച് കിട്ടണം, അല്ലെങ്കിൽ മറ്റൊരു ജോലിയെങ്കിലും, അതിന് ആരെങ്കിലും എന്നെ സഹായിക്കണമെന്ന് അവൾ കെഞ്ചിയെടുത്തു. വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. രാവിലെ ഡാനി ആ യുവതിയുടെ അച്ഛനുമായി സംസാരിച്ചതാണ്. ഇപ്പോഴും 2 തവണ ഈ ഭർത്താവിൻ്റെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ മകളെക്കുറിച്ച് അദ്ദേഹം ഏറെ വേദനയോടെയാണ് സംസാരിക്കുന്നത്. അതായത് ഇതിനു മുൻപ് ഈ കേസ് കോടതിയുടെ പരിഗണനയിൽ വരെ വന്നു. ഹൈക്കോടതി തീർപ്പാക്കി, കേസ് റദ്ദാക്കുകയും ചെയ്തു. വീണ്ടും കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയല്ലേ കുടുംബത്തിന് തീരുമാനം? അതായത് ഇനി രാഹുലുമായി ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് തീരുമാനത്തിൽ യുവതി ഉറച്ചു നിൽക്കുകയാണോ? ടോം, അത്തരമൊരു തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ നമ്മൾ ഇതിനു മുൻപ് അവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ, ആ വീട്ടിൽ സംസാരിക്കുമ്പോഴെല്ലാം തന്നെ ഇതേ തീരുമാനങ്ങൾ തന്നെയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് പല സാഹചര്യങ്ങൾ കൊണ്ട് അത് മാറുന്നു എന്നതാണ്. ഇന്നിപ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ വലിയ രീതിയിൽ തന്നെ, അത് ഒന്നും സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ വലിയ മുറിവേറ്റ ഒരു മനുഷ്യൻ തന്നെയാണത്. കാരണം മകൾക്ക് ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് വന്നു. 70 വയസ്സിനോടടുത്ത പ്രായമുള്ളൊരു ആൾ മകളെ വിവാഹം ചെയ്തതിന് ശേഷം അവൾ എല്ലാ കൊണ്ടും സുരക്ഷിതയാണ് എന്ന് വിചാരിക്കുന്നു. വളരെ ആശ്വാസത്തോടു കൂടി ഇരിക്കുന്നു. ആ സ്ഥലത്ത് വെച്ചാണ് ഇതെല്ലാം തിരിയുന്നത്. മകൾക്ക് ആദ്യം തന്നെ അവർ വീട്ടിൽ ചെല്ലുമ്പോൾ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റതായിട്ട് അവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. അവർ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. മകൾ പറഞ്ഞതനുസരിച്ച് തന്നെ ആ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, പിന്നീട് മകൾ ആ പരാതി തിരുത്തുന്ന ഒരു അവസരത്തിലേക്ക് വരുന്നു. തങ്ങളെ തന്നെ തള്ളിപ്പറയുന്നൊരവസ്ഥയിലേക്ക് വരുന്നു. വളരെയധികം വേദന അനുഭവിച്ച നാളുകളായിരുന്നു അത് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അതിനിടയാക്കിയ സാഹചര്യം അദ്ദേഹം മകൾ വിശദീകരിച്ചത് ഇങ്ങനെയാണ്. മകളെ കൂട്ടിക്കൊണ്ടുപോയി അതിനുശേഷം ഭർത്താവ് രാഹുൽ അയാൾ പറയുന്നതനുസരിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആദ്യം അനുനയത്തിലും പിന്നെ ഭീഷണിപ്പെടുത്തിയും എല്ലാം തന്നെ മുന്നോട്ട് പോകാനായിട്ട് തങ്ങൾക്ക് കഴിയുമെന്ന രീതിയിലേക്ക് ഈ കേസിനെ മാറ്റി എടുക്കുകയായിരുന്നു. കാരണം അതല്ലാതെ അയാൾക്ക് ഈ കേസിൽ നിന്ന് പുറത്തു വരാൻ മറ്റു വഴികളില്ല എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു നാടകത്തിലേക്ക് പോകുന്നത്. അയാൾ കൃത്യമായും അവരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ കേസ് പിൻവലിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. പിന്നീടുണ്ടാകുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. കോടതിയിലടക്കം ഈ കേസ് പരിഗണനയ്ക്ക് വരുന്നു. ഇവരെ ഒരുമിച്ച് കൗൺസിലിങ്ങിലേക്ക് വിടാൻ തീരുമാനിക്കുന്നു. ഇതിനുശേഷം അവർ ഒരുമിച്ച് ജീവിക്കാനായിട്ട് തീരുമാനമെടുക്കുന്നു. ഇതെല്ലാം പോകുന്നു. പക്ഷേ ദിവസങ്ങളുടെ ആയുസ് മാത്രമാണ് അത്തരം കാര്യങ്ങൾക്കുണ്ടായത്. വീണ്ടും മുൻപത്തേതിനേക്കാൾ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുകൊണ്ട് ആ പെൺകുട്ടി തിരിച്ച് വീട്ടിലേക്ക് വരേണ്ട അവസ്ഥ വന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. മുഖത്തും എല്ലാം തന്നെ അടിയേറ്റ പാടുകളെല്ലാം തന്നെയുണ്ട്. ഇതിനൊപ്പം തന്നെയും ഇപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. കാരണം ഇയാൾ തികച്ചും ഒരു സൈക്കോപാത്തിനെ പോലെ പെരുമാറുന്ന രീതിയിലേക്ക് വരുന്നു. ഇയാൾ ഇന്നലെ തന്നെ പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. കാരണം മദ്യപിച്ച് വലിയ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് പോലീസ് അയാളെ മറ്റൊരിടത്തു നിന്ന് പിടികൂടുന്നു. പിന്നീട് ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്കെല്ലാം എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ പിതാവ് പറയുന്നതിനോടടുത്താണ് കാര്യങ്ങൾ നിൽക്കുന്നത്. കാരണം
ഇയാളുടെ പെരുമാറ്റവും ഈ രീതിയിലുള്ളതാണ്. രാഹുലിനൊപ്പം തന്നെ അയാളുടെ കുടുംബവും അയാളെ തന്നെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നു എന്നതാണ് പറയുന്നത്. ഇത്രയും കാലം അവർ ഈ പെൺകുട്ടിയെ പറഞ്ഞ് അതാണ് ഡാനി. കാരണം തെറ്റിദ്ധരിപ്പിക്കുക. ഇതിനു മുൻപ് ആദ്യം ഈ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് ഉയർന്നു വന്നപ്പോൾ രാഹുലും അയാളുടെ കുടുംബാംഗങ്ങളും അമ്മ അടക്കം ഈ പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ്. പിന്നീട് പോലീസ് രാഹുലിനെതിരെ മാത്രം കേസെടുക്കുകയും രാഹുലിന്റെ അമ്മയ്ക്കെതിരെ കേസെടുക്കാത്തതൊക്കെ ആണ് വലിയ രീതിയിൽ ആക്ഷേപങ്ങൾക്ക് കാരണമായത്. പക്ഷേ ഇപ്പൊ രണ്ടാമത് ഈ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ എന്താണ് ഈ രാഹുലിന്റെ ഭാഗത്തു നിന്ന് മാത്രമാണോ ഈ യുവതിക്ക് ദുരനുഭവം ഉണ്ടായത്? ഇയാളുടെ കുടുംബാംഗങ്ങളിൽ നിന്നും സമാനമായ ദുരനുഭവം നേരിട്ടിരുന്നോ? ഇക്കാര്യത്തിൽ ഈ പെൺകുട്ടി ഇക്കുറി പരാതി എഴുതി നൽകിയിട്ടുണ്ട്. പോലീസിൽ പരാതി എഴുതി നൽകിയിട്ടുണ്ട്. കാരണം അതിൽ രേഖാമൂലം നൽകിയതുകൊണ്ട് തന്നെ ഇത് പരാതി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: രാഹുൽ ഇവരെ ശാരീരികമായി വളരെയധികം തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിന് എല്ലാ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന അതിനൊപ്പം തന്നെയാണ് രാഹുലിൻ്റെ അമ്മയും മറ്റുള്ളവരും തന്നെ നിന്നത്. അതുകൊണ്ട് തന്നെ ഈ കുറ്റകൃത്യത്തിൽ അവരും പങ്കാളികളാണ്. അവരെല്ലാവിധ പിന്തുണയും രാഹുലിന് നൽകിക്കുന്നു. വലിയ രീതിയിലുള്ള അവഹേളനങ്ങൾ കുടുംബത്തിൽ നിന്ന് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. മാനസികമായ പീഡകൾ ഇവർക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ പെൺകുട്ടിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. രാഹുലിൽ നിന്ന് ശാരീരികമായ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അതിനെ ഒന്ന് തടയാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനോ ഒന്നും തന്നെ രാഹുലിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ആരും തന്നെ ഒരു നീക്കവും നടത്തിയില്ല. പകരം അതിനെ കുടപിടിച്ചു കൊടുക്കുന്ന രീതിയിൽ, രാഹുലിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ, ഈ പെൺകുട്ടിയെ അവഹേളിക്കുന്ന രീതിയിലായിരുന്നു അവരുടെ എല്ലാം തന്നെ പെരുമാറ്റം. അത് മാനസികമായി വളരെയധികം മുറിപ്പാടുണ്ടാക്കി. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങൾ മറന്നുകൊണ്ട് വീണ്ടും ഒരുമിച്ച് പോകാൻ തന്നെ തീരുമാനിച്ച ഒരു ഘട്ടത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. തന്നെ വളരെയധികം ആ വീട്ടിൽ ഒറ്റപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്തു. നിവൃത്തിയില്ലാതെയാണ് പിന്നീട് ആശുപത്രിയിൽ അടക്കം പോകാൻ വീട്ടുകാരെ എല്ലാം തന്നെ വിളിച്ച് വരുത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് ആ പിതാവിൻ്റെ വാക്കുകളിലുണ്ട്, ആ ആംബുലൻസിലാണ് കൊണ്ടുപോകുന്നത്. നടക്കാൻ വയ്യാതെ അവരെ സ്ട്രെച്ചറിലേക്ക് മാറ്റുന്നു. ആംബുലൻസിനകത്ത് വെച്ച് പോലും ഇവരെ ശാരീരികമായി പെൺകുട്ടിയെ വളരെയധികം ഉപദ്രവിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു തരത്തിലും ഇത് മാപ്പർഹിക്കുന്നില്ല. ഇനി ഒരിക്കലും അനുനയത്തിലോ അല്ലെങ്കിൽ സാന്ത്വനിപ്പിച്ചോ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന വളരെ വിഷമത്തോടുകൂടി അവർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനി മുന്നോട്ടുള്ള വഴി കേസിൻ്റെയും വഴി തന്നെയാണെന്ന് അവർ തീരുമാനിക്കുകയും ചെയ്യുന്നത്. ഇനി വരും ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസിൽ കോടതിയിലടക്കം അപേക്ഷ നൽകാനാണ് തീരുമാനമെന്ന് അവർ പറയുന്നു. അവരുടെ ജോലി നഷ്ടമായിരിക്കുന്നു. ജോലി അടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ നിർബന്ധപൂർവ്വമോട് ഉപേക്ഷിപ്പിച്ചിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ജീവിതം തീർത്തും വഴിമുട്ടിയൊരവസ്ഥയിലേക്ക് ഒരു കുടുംബത്തെ കൊണ്ട് എത്തിക്കുക കൂടി ഇവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇതിൽ നീതിപീഠത്തിൽ നിന്ന് കൃത്യമായ രീതിയിൽ ഒരു ഇടപെടൽ ഈ കാര്യങ്ങളിൽ ഉണ്ടാകണമെന്ന് അവർ പറയുന്നു. സ്വാഭാവികമായും ഈ കാര്യങ്ങളിലെല്ലാം തന്നെ നേരത്തെയും കോടതിയെ സമീപിച്ചിരുന്നതാണ്. പക്ഷേ അപ്പോൾ മറ്റു ചില ഇടപെടലുകൾ മൂലം അത്തരം കാര്യങ്ങളിൽ നിന്ന് പിൻവലിയേണ്ടി വന്നു. ഇനി അത്തരം കാര്യങ്ങൾ കൂടി കോടതിയെ ബോധിപ്പിച്ച ശേഷമായിരിക്കും കേസിന്റെ തുടർ നടപടികൾ മുന്നോട്ട്. അങ്ങനെയെങ്കിൽ നിലവിലെ പോലീസ്, പന്തീരാങ്കാവ് പോലീസ് രാഹുലിനെ മാത്രമല്ല ഈ കേസിൽ പ്രതി ചേർത്തിട്ടുള്ളത്, കുടുംബാംഗങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതല്ല. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അടുത്ത നീക്കം എന്താണ്? ഈ രാഹുലിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റ് യുവതിയുടെ മൊഴിയെടുക്കൽ, കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യൽ, അത്തരം നടപടികളിലേക്ക് ഉടൻ തന്നെ പോലീസ് കടക്കുമോ? ഉടൻ തന്നെ പോലീസ് അത്തരം നടപടികളിലേക്ക് കടക്കും. നിലവിൽ വനിതാ കമ്മീഷൻ അടക്കമുള്ളവർ ഈ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അവർ ഇന്നലെ തന്നെയും ഈ പെൺകുട്ടിയുടെ കുടുംബവുമായി ബന്ധപ്പെടുകയും അതോടൊപ്പം തന്നെ അവർക്ക് മതിയായ സംരക്ഷണവും നീതിയും ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൻ്റെ സ്വഭാവം എന്താണ്, ഏത് രീതിയിലുള്ള വകുപ്പുകളാണ് ഇതിൽ ചുമത്തിയിരിക്കുന്നത്, അതിൽ ആർക്കൊക്കെതിരെ ഇനി കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്, അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു അന്വേഷണം നടന്നിട്ടുണ്ട്. നിലവിൽ രാഹുലെ കസ്റ്റഡിയിലുള്ള മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇയാൾ പിടികൂടിയിട്ടുള്ളത്. ഒപ്പം തന്നെയും ഈ കേസും രാഹുലിനെതിരെയും വന്നിരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ തുടർ നടപടികളുണ്ടാകും. സ്വാഭാവികമായും ഈ പെൺകുട്ടിയുടെ മൊഴി വിശദമായി എടുക്കുന്നതിലൂടെ കൂടുതൽ വകുപ്പുകൾ ഇതിലേക്ക് ചേർക്കപ്പെടും. അതിൽ കുടുംബാംഗങ്ങൾക്കെതിരെയും തന്നെ സ്വാഭാവികമായും അവർക്കെതിരെയും തന്നെയും കേസുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പഴയതിനേക്കാൾ കൂടുതൽ ഗൗരവതരമായ രീതിയിലേക്ക് ഈ കേസ് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നേരത്തെ ഈ കാര്യത്തിൽ ഒരു
തീർപ്പുണ്ടാകുന്നത് ഇവരെ വിശ്വാസത്തിലെടുത്തു എന്ന രീതിയിൽ തന്നെയായിരുന്നു. അത് അവർ വീണ്ടും കോടതിക്ക് മുൻപാകെ അല്ലെങ്കിൽ പോലീസ് അന്വേഷണ സംഘത്തിന് മുൻപാകെ പറയും. കാരണം നേരത്തെ അതിൽ വിശ്വാസം എടുത്തിട്ടു അതുകൂടി തന്നെ വഞ്ചിക്കുകയായിരുന്നു. അപ്പോൾ 2 വട്ടമാണ് കബളിപ്പിക്കപ്പെടുന്നത് എന്നത്. അതും വലിയ രീതിയിൽ തന്നെ ദേഹോപദ്രവമേൽപ്പിച്ചു. ഒപ്പം തന്നെ മാതാപിതാക്കളെ എല്ലാം തന്നെ അവർ തള്ളിപ്പറയാനായിട്ട് നിർബന്ധിക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഭീഷണിപ്പെടുത്തുന്നൊരു സാഹചര്യമായിരുന്നു. ഈ യൂട്യൂബ് വഴി ഇത്തരം കാര്യങ്ങൾ സംപ്രേഷണം ചെയ്യുമ്പോൾ അതെല്ലാം തന്നെ ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കുകയായിരുന്നു എന്നെല്ലാമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവതരമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. വൈകാതെ രാഹുലിൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെയും കേസുകൾ ചുമത്താനുള്ളൊരു സാധ്യത തന്നെയാണ് സജീവമായി നിലനിൽക്കുന്നത്. ടോം. യെസ്, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ കുടുംബം മറ്റ് നിയമ നടപടികളിലേക്ക് പോകുന്നു. ഇനി രാഹുലുമായി ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറല്ല എന്ന് യുവതി തീരുമാനമെടുത്തിട്ടുണ്ട്. ഹൈക്കോടതി നേരത്തെ കേസ് റദ്ദാക്കിയ ഹൈക്കോടതി നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് ബംഗളൂരുവിൽ അസം സ്വദേശിനിയായ വ്ളോഗറെ കൊലപ്പെടുത്തിയ കേസാണ്. അസം സ്വദേശിനിയും വ്ളോഗറുമായ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ആരവ് ഹർണിക്കായി പോലീസിന്റെ തെരച്ചിൽ തുടരുന്നു. 25-കാരി മായ ഗൊഗോയ് ഇന്ദിരാനഗറിലെ അപ്പാർട്ട്മെന്റിൽ കൊല്ലപ്പെട്ട കേസിലാണ് പ്രതിയെ പോലീസ് തിരയുന്നത്. ആരവിന്റെ കണ്ണൂരിലെ വീട്ടിലും ബന്ധുവീടുകളിലും പോലീസ് പരിശോധന നടത്തി. ബംഗളൂരു പോലീസ് ബന്ധുക്കളുടെ മൊഴിയും രേഖപ്പെടുത്തി. ഇരുവരും അപ്പാർട്ട്മെന്റിലേക്ക് ഒരുമിച്ചെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ದಾಖಲಿಸ್ಕೊಂಡ್ಮೇಲೆ ನಾವು ಅಲ್ಲಿ ಆ ಚೆಕ್ ಇನ್ ಡೀಟೇಲ್ಸ್ ಅದನ್ನ ಮತ್ತೆ CCTVನೆಲ್ಲ ಪರಿಶೀಲಿಸಿದಾಗ ಇವರು 23ನೇ ತಾರೀಕು 12ವರೆಗೆ ಅಲ್ಲಿ ಚೆಕ್ ಇನ್ ಆಗಿರ್ತಾರೆ ಆ ಹೋಟೆಲ್ಗೆ. ಮತ್ತೆ ಇವತ್ತು ಬೆಳಗ್ಗೆ ಸುಮಾರು 8:30ನಲ್ಲಿ ಆ ರೂಮಲ್ಲಿ ಚೆಕ್ ಇನ್ ಆದಂತ ಒಂದು ಹುಡುಗ ಹೊರಗಡೆ ಹೋದ CCTV ಅಲ್ಲಿ ಗೊತ್ತಾಗತ್ತೆ. ಆ ರೂಮ್ನಲ್ಲಿ ಸಿಕ್ಕದಂತ ನಮ್ಮ ಬ್ಯಾಗ್ಸ್ ಮತ್ತೆ ಬೇರೆ ಡಾಕ್ಯುಮೆಂಟ್ಸ್ ಪರಿಶೀಲಿಸಿದಾಗ ನಮಗೆ ಅವ್ರ ಬಗ್ಗೆ ಬೇಸಿಕ್ ಡೀಟೇಲ್ಸ್ ಗೊತ್ತಾಗತ್ತೆ. ಅದು ಡಿಸೀಸ್ಡ್ ಬಂದು ಅಸ್ಸಾಂ ರಾಜ್ಯದ ಒಂದು ಹೆಣ್ಮಗಳು ಇರ್ತಾರೆ, ಅವ್ರಿಗೆ ಮಾಯಾ ಗೊಗೋಯ್ ಡೇಖಾ ಅಂತ. ಮಾಯಾ ಗೊಗೋಯ್ ಡೇಖಾ ಸುಮಾರು 19 ವರ್ಷ. ಅದು 2 ಡಾಕ್ಯುಮೆಂಟ್ಸ್ ಸಿಕ್ಕಿದೆ, ಆಧಾರ್ ಕಾರ್ಡ್ ಮತ್ತು ವೋಟರ್ ID ಕಾರ್ಡ್ ಡಿಫ್ರೆಂಟ್ ಡೇಟ್ ಆಫ್ ಬರ್ತ್ ಇದೆ. ಸೊ ಹಾಗಾಗಿ 19 ಇಯರ್ಸ್ ಅಂತ ನಾವು ಅಸರ್ಟೈನ್ ಮಾಡಿದ್ದೀವಿ. ಸೊ ಆ ಹುಡುಗಿ ಅದು ಮಲ್ಟಿಪಲ್ ಸ್ಟಾಬ್ ಇಂಜುರೀಸ್ ಆಗಿದೆ. ಮೇಜರ್ ಕಾಸ್ ಆಫ್ ಡೆತ್ ಬಂದು ಚೆಸ್ಟ್ ಮೇಲೆ ಸ್ಟಾಬ್ ಮಾಡಿದ್ದಾನೆ, ಮತ್ತೆ ತಲೆಗೆ ಹೆಡ್ ಇಂಜುರಿ ಆಗಿದೆ, ಮಲ್ಟಿಪಲ್ ಅಲ್ಲಿ ಇಂಜುರೀಸ್ ಬಾಡಿ ಮೇಲೆಲ್ಲ ಇದೆ. ബംഗളൂരുവിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ആരവ് ഹർണിക്കായി മലയാളി യുവാവിനായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ബംഗളൂരു പോലീസ്. വിശദാംശങ്ങളുമായി അജയ് ബിജുവും KV ബൈജുവും ചേരുന്നുണ്ട്. ആദ്യം കണ്ണൂരിലെ പോലീസിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, ഈ ബംഗളൂരു പോലീസ് കണ്ണൂരിലെ ഈ ആരവിന്റെ വീട്ടിലെത്തുന്നു, കുടുംബാംഗങ്ങളിൽ നിന്നും മൊഴിയെടുക്കുന്നു. എത്ര നേരം അവിടെ പരിശോധന നടത്തി, ഏതൊക്കെ വീടുകളിലാണ് പരിശോധിച്ചത്? മാത്രമല്ല അറിയേണ്ടത് ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. ഈ പ്രതി ആരവിന്റെ എങ്ങനെയാണ് ഇയാൾ ബാംഗ്ലൂരിൽ എത്തിയത്? അസം സ്വദേശിനിയായ യുവാവുമായി പരിചയത്തിലായത് എങ്ങനെയാണ്? ഇക്കാര്യങ്ങളെക്കുറിച്ച് ഈ ആരവിന്റെ കുടുംബാംഗങ്ങൾക്ക് അറിവുള്ള കാര്യമാണോ? ടോമെ, കർണാടക പോലീസിലെ 3 അംഗ സംഘമാണ് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി കണ്ണൂർ തോട്ടടയിലെ ഈ ആരവിന്റെ വീട്ടിലെത്തി ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. എന്തായാലും ഇവരുടെ ആരവിന്റെ മുത്തശ്ശന്റെയും അതുപോലെ തന്നെ മുത്തശ്ശിയിൽ നിന്നും ഇവർ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സംഘം ഇപ്പോൾ ഇവിടുന്ന് മടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഈ ബംഗളൂരുവിലെ മജിസ്റ്റിക്കിൽ സമീപമുള്ള CCTV ക്യാമറയിൽ, അതായത് റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള CCTV ക്യാമറയിൽ ഇയാൾ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ആ ഒരു സംശയത്തിലാണ് ഈ വീട്ടിലെത്തിയിട്ടുണ്ടാകും എന്ന ഒരു സംശയത്തിലാണ് ഇവിടെ എത്തിയത്. ഏതായാലും ഇതിനോടൊപ്പം തന്നെ എടക്കാട് പോലീസും ഈ വീട്ടിലെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഏതായാലും നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കർണാടക പോലീസിനൊപ്പം തന്നെ കേരള പോലീസിന്റെ ഒരു അന്വേഷണവും ഇതിൽ നടക്കുന്നുണ്ടെന്നാണ്. കർണാടക പോലീസിനെ സഹായിക്കാനായി കേരള പോലീസും ഈ രംഗത്തുണ്ട് എന്ന് തന്നെയാണ്. ഏതായാലും ബാംഗ്ലൂരുവിലെ സ്വകാര്യ കമ്പനിയിൽ ഇരുവരും ഒരുമിച്ചായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഒരു വ്ളോഗർ കൂടിയായ ഈ മായയും. എന്നാൽ ഈ കൊലപാതകം നടത്തിയത് എന്തിനാണെന്ന കാര്യത്തിൽ ഇതുവരെ പോലീസിന് കൃത്യമായ ഒരു വ്യക്തതയില്ല. അതേസമയം കൊലപാതകം നടത്തിയത് ആരവാണെന്നുള്ള എല്ലാ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അന്വേഷണം കേരളത്തിലേക്ക് വ്യാപിപ്പിച്ചത്. ഏതെങ്കിലും തരത്തിൽ വീട്ടിലോ അതല്ല ഇവരുടെ ബന്ധുവീട്ടിലോ ഈ ആരവ് എത്തിയിട്ടുണ്ടാകാം എന്ന ഒരു സംശയത്തിലാണ് പോലീസ് തെരച്ചിൽ നടത്തിയത്. 3 അംഗ സംഘം 1.5 മണിക്കൂറോളം ഇത്തരത്തിൽ മൊഴിയെടുത്തു. ഏതായാലും ഇപ്പോൾ കർണാടകയിൽ നിന്നുള്ള ഈ സംഘം ഇപ്പോൾ മടങ്ങിയിട്ടുണ്ട്.
ഇനിയിപ്പോൾ കേരള പോലീസിന്റെ ഒരു നിരീക്ഷണം കൂടി ഇവിടെ ഉണ്ടാകും. ഇവരുടെ ബന്ധുവീടുകളിലും ഇത്തരത്തിൽ പരിശോധന നടത്തും എന്ന് തന്നെയാണ് കേരള പോലീസും എടക്കാട് പോലീസും വ്യക്തമാക്കിയിട്ടുള്ളത്. ടോം. ബൈജു തുടരുക. ഇപ്പോൾ അജയ് ബിജുവൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി, ബാംഗ്ലൂരിലെ പോലീസ് അന്വേഷണത്തിന്റെ വിശദാംശങ്ങളുമായി. അജയ്, ഈ കൊലപാതകം നടന്ന് 24 മണിക്കൂർ പിന്നിടുകയാണ്. പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? ഈ സംഭവത്തിന് ശേഷം, കൊലപാതകത്തിന് ശേഷം പ്രതി ആരവ് ബാംഗ്ലൂരിൽ നിന്നും എവിടേക്ക് കടന്നു? അത് കേരളത്തിലേക്കോ അതായത് മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്ക് കടന്നു എന്നാണോ പോലീസിന്റെ ഒരു വിലയിരുത്തൽ? ടോം, ഇന്നലെ രാവിലെ 8:15 ആരവ് തന്റെ മുറിയിൽ നിന്ന് ഇരുവരും ഒന്നിച്ച് റൂമെടുത്തിരുന്ന ഈ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. ഇതിന് 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഇരുവരും ഇവിടെ റൂം എടുത്തിട്ടുള്ളത്. അതായത് ഇവർ റൂം എടുത്ത അന്ന് തന്നെ കൊലപാതകം നടന്നിട്ടുണ്ടാകാം എന്നാണ് പോലീസിന്റെ നിഗമനം. അതായത് കൊലയ്ക്ക് ശേഷം 2 ദിവസം ആരവ് ആ റൂമിൽ ഈ പെൺകുട്ടിയുടെ മൃതദേഹത്തിനൊപ്പം തന്നെ കഴിച്ചുകൂട്ടി എന്നും പോലീസ് നിലവിൽ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഇവിടെ നിന്ന് ഇദ്ദേഹം പുറത്തേക്ക് വന്നത്. പുറത്തേക്ക് വന്നതിന് ശേഷമുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. അസം ഗുവാഹത്തി സ്വദേശിയാണ് ഈ കൊല്ലപ്പെട്ടിട്ടുള്ള ഈ മായ ഗൊഗോയ് എന്ന് പറയുന്നത്. മായ ഗൊഗോയ് ബ്യൂട്ടി കെയർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഇവർ തൻ്റെ ബ്യൂട്ടി ടിപ്സ് ഉൾപ്പെടുന്ന വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇവർ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനം എന്ന് പറയുന്നത് ബംഗളൂരുവിലുള്ള ലീപ് സ്കോളർ ഓവർസീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ സ്റ്റുഡൻറ് കൗൺസിലറായിട്ടാണ് ഇവർ ജോലി ചെയ്തിരുന്നത്. ഇത് വിദേശ ഒരു ഏജൻസിയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നിന്നുള്ള ജോലി ചെയ്യുമ്പോഴാണ് ഈ കണ്ണൂർ സ്വദേശിയുമായിട്ടുള്ള ആരവുമായിട്ടുള്ള ബന്ധമെന്നാണ് പോലീസിന്റെ നിഗമനം. ഇവിടെ വെച്ച് ഇരുവരും പ്രണയത്തിലായി എന്നും പോലീസ് പറയുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെ ഈ മായ ഗൊഗോയുടെ വീട്ടിലും ഇപ്പോൾ പോലീസ് അന്വേഷിച്ചിട്ടുണ്ട്. മായ ഗൊഗോയുടെ സഹോദരിയുടെ മൊഴിയും പോലീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സഹോദരിയുടെ മൊഴിയിൽ വ്യക്തമാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടി സ്ഥിരമായി ഈ പയ്യനെ കുറിച്ച്, ഈ ആരവിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ വീട്ടിൽ പറയാറുണ്ടായിരുന്നു. ഈ ആരവ് സുഹൃത്താണെന്നും ഇരുവരും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണെന്നും വീട്ടിൽ പറയാറുണ്ടായിരുന്നതായും ഈ സഹോദരിയുടെ മൊഴിയിൽ നിന്നും വ്യക്തമാണ്. അപ്പോൾ പക്ഷേ ഇരുവരും തമ്മിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ ഇരുവരും റൂം എടുത്തിട്ടുള്ള അപ്പാർട്ട്മെന്റിൽ നിന്ന് ഈ ആരവ് ഈ മായയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച നൈലോൺ കയർ ഇത് ഓർഡർ ചെയ്തിട്ടുള്ള, ഓൺലൈൻ വഴിയാണ് ഇത് വരുത്തിയത്. ഇത് ഓർഡർ ചെയ്തിട്ടുള്ള ബില്ല് ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കൊലപ്പെടുത്താനുള്ള ഈ പദ്ധതി അത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൽ, അതായത് ഇത് ആസൂത്രിതമായ കൊലപാതകം എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? കാരണം ഈ കയർ ഓൺലൈൻ വഴി വാങ്ങുക, അത് കൊലപ്പെടാതെ പെട്ടെന്നുള്ള പ്രകോപനമല്ല, അതിനപ്പുറം മറ്റെന്തെങ്കിലും വ്യക്തിപരമായ ഒരു വിരോധം, ഇവരുടെ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടായ പ്രശ്നം, അത് തന്നെ ആയിരിക്കില്ലേ കൊലപാതകത്തിലേക്ക് നയിച്ചത്? തീർച്ചയായിട്ടും ടോം. അതായത് വളരെ ദിവസങ്ങളായി ഇരുവരും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു എന്ന് വേണം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. അതായത് നൈലോൺ കയർ ഓൺലൈൻ വഴി വരുത്തുന്നു, കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഇരുവരും 2 ദിവസങ്ങൾക്ക് മുൻപേ ഈ അപ്പാർട്ട്മെന്റിൽ റൂം ബുക്ക് ചെയ്യുന്നു. ഇരുവരും ഒന്നിച്ച് ഇവിടേക്ക് വരുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ റൂമിലെത്തിയതിനു ശേഷം ഈ യുവതിയെ, ഈ മായയെ കഴുത്ത് ഞെരിച്ച്, ഈ നൈലോൺ കയർ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചാണ് ഈ ആരവ് കൊലപ്പെടുത്തിയത്. അതിനുശേഷം നെഞ്ചിൽ പല ആവർത്തി കത്തികൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് കഴുത്തിൽ കയർ മുറുക്കിയാണ് ഇപ്പോൾ കൊലപാതകം നടത്തിയത്. അതിനുശേഷം നെഞ്ചിൽ പല ആവർത്തി ഈ കൊല നടന്നു, ഇപ്പോൾ മരണം ഉറപ്പിക്കാൻ വേണ്ടി നെഞ്ചിൽ പല ആവർത്തി കുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷമാണ് ഇദ്ദേഹം ഇപ്പോൾ 2 ദിവസം ഈ മൃതദേഹത്തിനോടൊപ്പം ആ അപ്പാർട്ട്മെന്റിലെ റൂമിനുള്ളിൽ കഴിച്ചു കൂട്ടുകയും അതിനുശേഷം ഇന്നലെ രാവിലെ 8:15 പുറത്തേക്ക് വരികയും ചെയ്തത്. ഈ പുറത്തു വന്നതിന് ശേഷമുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. ഈ പ്രാഥമികമായിട്ട് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിനെതിരെ കൊലക്കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. നിലവിൽ ഇയാൾ ബാംഗ്ലൂർ നഗരം വിട്ടിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ണൂരിലെ വീട്ടിലേക്ക് ഉൾപ്പെടെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുള്ളത്. മറ്റെവിടെയെങ്കിലുമുള്ള സുഹൃത്തുക്കളെ ഇയാൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ, അവിടേക്ക് പോയിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഈ ലീപ് ഓവർസീസ് എന്ന് പറയുന്ന സ്ഥാപനവുമായിട്ടും പോലീസ് ബന്ധപ്പെട്ടിരുന്നു.
അവിടെ നിന്നുള്ള മറ്റ് സഹപ്രവർത്തകരുടെ നമ്പറുകളും മറ്റ് വിവരങ്ങളും ശേഖരിച്ചു വരികയാണ്. ഇയാളും ഈ പെൺകുട്ടിയും തമ്മിലുള്ള പ്രണയം അത് സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം കൂടുതൽ അന്വേഷണ വിധേയമാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും ഈ മായ ഗൊഗോയുടെ സഹോദരിയുടെ മൊഴിയെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരും തമ്മിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ഇതുവരെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. ഇരുവരും നല്ല ബന്ധത്തിലായിരുന്നു എന്ന് തന്നെയാണ് ഈ സഹോദരി പോലീസിന് നിലവിൽ മൊഴി നൽകിയിട്ടുള്ളത്. ഇനി കൂടുതൽ അന്വേഷിച്ചാൽ മാത്രമേ ബൈജുവിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ബൈജു, അജയ് സൂചിപ്പിക്കുന്നത് പോലെ ദീർഘനാളായിട്ടുള്ളൊരു ബന്ധം ഈ അസം സ്വദേശിനിയായ ബ്ലോഗറുമായി ഈ ആരബിനുണ്ടായിരുന്നു, കണ്ണൂർ സ്വദേശിയായ യുവാവിനുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന വിവരം. ഈ യുവതിയുടെ ബന്ധുക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യവും എന്തിനായിരുന്നു, അതായത് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ആരവ് ബാംഗ്ലൂരിൽ പോയത്? അവർ തമ്മിലുള്ള ഈ ബന്ധത്തെക്കുറിച്ച്, സൗഹൃദത്തെക്കുറിച്ച് ആരവിന്റെ കുടുംബാംഗങ്ങൾക്ക് അറിവുണ്ടായിരുന്നു? ടോമെ, ആരവന് കുടുംബാംഗങ്ങൾ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടായതായി ഇവർക്ക് അറിയില്ല എന്നാണ്. വളരെ സൗഹാർദ്ദപരമായ, അത് മാത്രമല്ല CCTV ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം ഇവർ ഈ നവംബർ 23-ന് ഈ മുറിയെടുക്കാൻ എത്തിയപ്പോൾ വളരെ സന്തോഷവതിയാണ് ഇവർ ഇരുവരും മുറിയിലേക്ക് കടന്നു പോകുന്നത്. അതിന്റെ ദൃശ്യങ്ങളുമുണ്ട്. പോലീസ് പറയുന്നത് ഇയാൾക്ക് ദീർഘനാളായി ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. പക്ഷേ ഈ ആരവിന് ഈ മായ ഗൊഗോയുമായി സംശയങ്ങൾ എന്തൊക്കെയുണ്ട്, അതിനെ തുടർന്നുള്ള തർക്കങ്ങളൊക്കെ ഇവർ തമ്മിൽ ഉണ്ടാകാറുണ്ട്. അതിന്റെ ഒടുവിലാണ് ഇത്തരത്തിൽ അതിക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത്. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്ലാസ്റ്റിക് കയർ കൊണ്ട് കഴുത്ത് ഞെരിച്ച് അതിനൊപ്പം നിരവധി തവണ ശരീരത്തിൽ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. നെഞ്ചിൽ ആഴത്തിലേറ്റ മുറിവാണ് ഈ മരണ കാരണമെന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം ഈ മൃതദേഹത്തിന് അരികിൽ തന്നെ ഈ കത്തി, ഒരു പഴയ കത്തിയാണെന്നാണ് പോലീസ് പറയുന്നത്. ആ കത്തിയും കണ്ടെടുത്തിട്ടുണ്ട്. 36 മണിക്കൂർ ഈ മൃതദേഹത്തിനൊപ്പം ഇയാൾ കഴിഞ്ഞു എന്നതാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. അതായത് ഇയാൾ മുറിയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന CCTV ദൃശ്യവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് 23-ാം തീയതി രാത്രിയോ അതല്ല 24-ാം തീയതി പുലർച്ചെയോ കൊലപാതകം നടന്നിട്ടുണ്ടാകും. അതിനുശേഷം 36 മണിക്കൂർ ഈ മൃതദേഹത്തിനൊപ്പം ഈ ആരവ് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അത്രത്തോളം ഒരു വൈരാഗ്യം ഇയാളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ ഈ മായ തിരിച്ചറിഞ്ഞില്ല എന്നാണ് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിൽ സൗഹാർദ്ദപരമായി കൂട്ടിക്കൊണ്ടുവന്ന് ഈ മുറിയെടുക്കും. അതായത് ഇന്ദിരാനഗറിലെ റോയൽ ലിവിങ്സ് എന്ന സർവീസ് അപ്പാർട്ട്മെന്റിൽ അവിടെ എത്തിയാണ് ഈ മുറിയെടുത്തത്. ഈ മുറിക്കകത്ത് നിന്നും സിഗരറ്റിന്റെ കുറ്റി, അതുപോലെ തന്നെ ഈ ഏറ്റവും പ്രധാനം ഇതിൽ ആസൂത്രിതമായാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. അതിന് തെളിവാണ് നേരത്തെ തന്നെ ഇയാൾ ഈ ഓൺലൈനിലൂടെ ഈ പ്ലാസ്റ്റിക് കയർ വാങ്ങിയതിന്റെ ബില്ലും മറ്റു ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം വളരെ ആസൂത്രിതമായാണ് നടത്തിയതെന്ന് പോലീസ് പറയുന്നു. ഏതായാലും ഈ പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാൾ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടാകാം എന്നൊരു നിഗമനം ഉണ്ടെങ്കിലും വീട്ടിലെത്താൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് കേരള പോലീസിന്റെയും കൂടി സഹായത്തോടെയാണ് ഇപ്പോൾ ഈ കണ്ണൂരിലെ തെരച്ചിൽ നടത്തുന്നത്. ഇതിൽ കർണാടകത്തിൽ നിന്നെത്തിയ 3 അംഗ സംഘം ഇപ്പോൾ തിരിച്ച് കർണാടകത്തിൽ തന്നെ പോയിട്ടുണ്ട്. മജിസ്ട്രിക്കിൽ പ്രധാനപ്പെട്ട ഒരു തെളിവ് ഇന്ന് പോലീസിന് ലഭിച്ചത് മജിസ്ട്രിക് റെയിൽവേ സ്റ്റേഷന് സമീപത്തുകൂടി ഈ പ്രതി നടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നഗരത്തിലെ മുഴുവൻ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. അത്രത്തോളം അതിക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നത്. ഈ കഴുത്ത് ഞെരിച്ചതിനൊപ്പം നിരവധി തവണ ശരീരത്തിൽ കുത്തിപ്പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും നെഞ്ചിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് ഈ മരണകാരണമെന്ന് പോലീസ് പറയുന്നുണ്ട്. അതിക്രൂരമായ ഒരു കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഈ പ്രതിനെ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള നടപടികളാണ് ഇപ്പോൾ പോലീസ് സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കണ്ണൂർ തോട്ടടയിലെ വീട്ടിലുമെത്തിയത്. ഏതായാലും വീട്ടുകാർക്ക് ഏതെങ്കിലും തരത്തിൽ ഇവർ തമ്മിൽ അത്തരത്തിൽ വൈരാഗ്യം ഉണ്ടായതായോ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല. ഇവർ നല്ല സൗഹാർദ്ദപരമായിരുന്നു. ഇവർ ദീർഘനാളായി പ്രണയത്തിലായിരുന്നു എന്നും വീട്ടുകാർക്ക് അറിയാം എന്നും പറയുന്നുണ്ട്. ഏതായാലും വീട്ടിൽ ഇതുവരെ തീർച്ചയായും ബൈജു സൂചിപ്പിച്ചതുപോലെ അത്തരമൊരു വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നതായി ആരവിന്റെ കുടുംബാംഗങ്ങൾക്കും ഈ യുവതിയുടെ കുടുംബാംഗങ്ങൾക്കും അറിവില്ല. അജയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അജയ്, നമ്മൾ ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആ ഹോട്ടലിൽ എത്തിയിട്ടുള്ള ആ ഇരുവരും തമ്മിലുള്ള പെരുമാറ്റം ഒന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ആ യുവതി വളരെ സന്തോഷവതിയാണ്. ആ യുവതിയെ വളരെ ചേർത്ത് പിടിച്ച് തന്നെയാണ് ആരവ് ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നതും ആ മുറിയിലേക്ക് കൊണ്ടുപോകുന്നതും. അങ്ങനെയെങ്കിൽ അതിനുശേഷം ഇവിടെ മുറിയെടുത്ത് അവർ താമസിച്ച ശേഷം ഉണ്ടായ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കില്ലേ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്? അതല്ലെങ്കിൽ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്നേഹം നടിച്ച് പ്രണയം നടിച്ച് ഈ ആരവ് ഹോട്ടലിലെ മുറിയെടുത്ത് യുവതിയെ കരുതിക്കുട്ടി കൊലപ്പെടുത്തിയതായിരിക്കാം. ഈ രണ്ടിൽ ഏതാണ് പോലീസിന്റെ ഒരു അനുമാനം, പോലീസിന്റെ ഒരു നിഗമനം? ഈ രണ്ട് സാധ്യതകളിൽ എങ്ങനെയാണ് പോലീസ് ഇതിനെ കാണുന്നത്, ഈ കൊലപാതകത്തെ കാണുന്നത്? ഒരു വ്യക്തിപരമായ മുൻകൂട്ടിയുള്ള വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ
നടത്തിയ കൊലപാതകമാണെന്നാണോ പോലീസ് കരുതുന്നത്? ടോമി, രണ്ടാമത് പറഞ്ഞ സാധ്യതയിലേക്ക് തന്നെയാണ് പോലീസ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതലായി വിരൽ ചൂണ്ടുന്നത്. അതായത് രണ്ട് കമിതാക്കൾ ഇപ്പോൾ ഇന്ദിരാനഗറിലെ അപ്പാർട്ട്മെന്റിൽ ഈ ഒന്നിച്ച് റൂമെടുത്തതിന് ശേഷം പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന് പിന്നാലെ ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് കടന്നതാകാൻ സാധ്യതയില്ലെന്ന് പറയുന്നു. അത്തരത്തിൽ പെട്ടെന്ന് ഒരു പ്രകോപനത്തിൽ ഉണ്ടായ കൊലപാതകമാണെങ്കിൽ അതിനുള്ള സാഹചര്യ തെളിവുകളാകണം അവിടെ നിന്ന് ലഭിക്കേണ്ടത്. എന്നാൽ ഇത് വളരെ മുൻപ് തന്നെ ഓൺലൈൻ വഴി ഇത്തരത്തിലൊരു നൈലോൺ കയർ ഈ ആരവ് ഓർഡർ ചെയ്ത് വരുത്തിയിരുന്നു. ഇതിന്റെ ബില്ലും അതുപോലെ തന്നെ കവറും ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ കയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ കയർ വാങ്ങിച്ചതിനുള്ള ഈ ബില്ലും അതുപോലെ തന്നെ കവറും ലഭിച്ചത് തന്നെയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തുമ്പ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിൽ കൂടെ തന്നെയാണ് ഇരുവരും തമ്മിൽ നേരത്തെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പോലീസിന് ഒരു വിവരം ലഭിച്ചത്. അതായത് നേരത്തെ തന്നെ പദ്ധതിയിട്ട് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് 23-ാം തീയതി ഈ ആരവ് ഈ മായയെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതിനുശേഷം 23-ാം തീയതി ഇവിടെ റൂമെടുത്ത് ഇരുവരും ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ മായയെ ആ കഴുത്ത് ഞെരിച്ച് വളരെ അതിക്രൂരമായി തന്നെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം നെഞ്ചിൽ പല ആവർത്തി കത്തി കൊണ്ട് കുത്തി ആ മരണം ഉറപ്പിക്കുന്നു. ശേഷം ഈ പറഞ്ഞതുപോലെ 2 ദിവസമാണ് ആരവ് ആ മൃതദേഹത്തിനോടൊപ്പം ആ റൂമിൽ കഴിച്ചു കൂട്ടിയത്. അതിനുശേഷം ഇന്നലെ രാവിലെ 8:15 കൂടി തന്നെ ആ മുറി ആ ഇന്ദിരാനഗറിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ആരവ് പുറത്തേക്ക് പോകുന്നു. റൂം വെക്കേറ്റ് ചെയ്തിട്ടല്ല പുറത്തേക്ക് പോകുന്നത്, ആരവ് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. അതിനുശേഷം അദ്ദേഹം മറ്റ് എവിടെ പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലാണ് പോലീസ് ഇപ്പോൾ നിലവിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ആ ഇന്ദിരാനഗറിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തിറങ്ങിയതിന്റെ അടുത്ത നിമിഷം തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോണിലെ സിഗ്നൽ വെച്ച് ഇയാളെ ട്രാക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും ഇപ്പോൾ അതിന്റെ മാർഗങ്ങളും നിലച്ചിരിക്കുകയാണ്. അപ്പോൾ എവിടെ പോയി എന്നത് സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ കൂടുതൽ സാധ്യതകൾ പരിശോധിക്കുകയാണ്. ഈ റെയിൽവേ സ്റ്റേഷനിലുള്ള CCTVയിൽ ഇദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ബാംഗ്ലൂർ നഗരം വിട്ടിരിക്കാനുള്ള ഒരു സാധ്യതയാണ് പോലീസ് കാണുന്നത്. ഇപ്പോൾ ബാംഗ്ലൂർ നഗരം വിട്ട് ഇയാൾ ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. എവിടെ പോയിട്ടുണ്ടാകാം എന്നുള്ള സാധ്യതയാണ് പോലീസ് തീർച്ചയായിട്ടും പരിശോധിച്ച് വരുന്നത്. ഈ കണ്ണൂരിലെ വീട്ടിൽ ബന്ധപ്പെട്ടതോടെ ഇപ്പോൾ വീട്ടുകാരുമായി ഇയാൾ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്. അപ്പോൾ മറ്റെവിടെ ഇയാൾ പോയിട്ടുണ്ടാകാം എന്നുള്ള ഒരു കാര്യം പോലീസ് തീർച്ചയായിട്ടും പരിശോധിക്കുകയാണ്. ഈ ലീപ് ഓവർസീസ് എന്ന് പറയുന്ന സ്ഥാപനവുമായി പോലീസ് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഇവിടെയുള്ള മറ്റ് ഇരുവരുടെയും ഈ മായയുടെയും ആരവിൻ്റെയും മറ്റ് സഹപ്രവർത്തകരുടെയും നമ്പറുകൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. ഇവരുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പെൺകുട്ടിയുടെ സഹോദരിയുടെ മൊഴിയെടുത്തതിലും അതുപോലെ തന്നെ ഈ ആരവിൻ്റെ വീട്ടുകാരെ ചോദ്യം ചെയ്തതിലും ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് രണ്ടുപേരും ഇരുവരുടെ വീടുകളിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് പ്രകോപനമാണ് ഈ കൊലപാതകത്തിൽ എത്തിച്ചത് എന്നുള്ള ഒരു കാര്യം അത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും അവരുടെ കൂടെ എന്നും ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർക്ക് തീർച്ചയായിട്ടും അറിവുണ്ടാകണം. അതുകൊണ്ട് ഈ സഹപ്രവർത്തകരുടെ ഇപ്പോൾ ചോദ്യം ചെയ്യൽ അതുൾപ്പെടെ ഇനി പുരോഗമിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഇനി കൂടുതൽ വിവരങ്ങൾ ഇക്കാര്യത്തിൽ ലഭിക്കുക. എന്തായാലും ഇതിൽ ഇപ്പോൾ ടോം ഇപ്പോൾ ചോദിച്ച ചോദ്യം പോലെ തന്നെ ഈ കേസിൽ ആദ്യം പോലീസ് ചിലപ്പോൾ വഴിതെറ്റിപ്പോയേനെ. ഇവർ തമ്മിൽ മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടായതാണോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു പ്രകോപനമാണോ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് വഴിതെറ്റിയേനെ. എന്നാൽ ഇതിൽ ഉൾപ്പെടെ വഴിത്തിരിവായത് തീർച്ചയായിട്ടും അതിൻ്റെ നിർണായക തെളിവെന്ന് പറയുന്നത് ഇതിൻ്റെ ആ ബില്ലാണ്. അപ്പോൾ അതുൾപ്പെടെ അതും പിന്നെ പുതുതായിട്ട് ലഭിച്ച CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഇനി പുതിയ സിം എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ഓഫായ ഫോൺ ഇനി സ്വിച്ച് ഓഫ് ആകുന്നു എന്നുള്ള കാര്യങ്ങളും അന്വേഷിക്കുന്നു. ബിജുവും KV ബൈജുവുമാണ് വിശദാംശങ്ങൾ നൽകിയത്. ബംഗളൂരുവിൽ അസം സ്വദേശിനിയായ വ്ളോഗറുമായ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ മലയാളി യുവാവിന് വേണ്ടി ആരവിന് വേണ്ടി ബംഗളൂരു പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ഇയാൾ സംസ്ഥാനം വിട്ടിരിക്കാനുള്ള കർണാടക വിട്ടിരിക്കാനുള്ള സാധ്യത പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഈ CCTV ദൃശ്യങ്ങളാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും തുമ്പായിരിക്കുന്നത്. കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നീങ്ങുന്നത്. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ കേസ് ഡയറി ഹാജരാക്കാൻ പോലീസിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ADMന്റേത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്നും പ്രതിയായ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം PP ദിവ്യയെ രക്ഷിച്ചെടുക്കാനുള്ള പോലീസിന് ശ്രമമാണ് ഉണ്ടാകുന്നതെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയെ അറിയിച്ചു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഫയലിൽ സ്വീകരിച്ച സിംഗിൾ ബെഞ്ച് മറുപടി പറയാൻ സംസ്ഥാന സർക്കാരിനോടും CBIയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്ന വിശദാംശങ്ങളുമായി. ആജ്ഞ, വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പോലീസിനെതിരെ
ഈ നവീൻ ബാബുവിന്റെ കുടുംബം ഉന്നയിക്കുന്നത്, ഈ ഹർജിയിൽ ഉന്നയിക്കുന്നത്. അതായത് PP ദിവ്യയെ രക്ഷിച്ചെടുക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു, കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു, ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് പറയുന്നു. ഇന്ന് ഈ കേസ് പരിഗണിച്ച ഈ ഹർജി ഫയൽ സ്വീകരിച്ച കോടതി സംസ്ഥാന സർക്കാരിനോടും CBIയോടും നിലപാട് ആരാഞ്ഞിട്ടുണ്ടല്ലോ. ഇനി എന്നാണ് ഈ കേസ് പരിഗണിക്കുക? അടുത്ത അതായത് ഡിസംബർ 6-ാം തീയതിയാണ് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത്. അതിനു മുൻപ് തന്നെ കേസ് ഡയറി സബ്മിറ്റ് ചെയ്യണം. CBIക്ക് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട് CBIക്ക് അന്വേഷണം വിടുന്നതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകാനും സർക്കാർ ഈ കാര്യത്തിൽ മറുപടി നൽകണമെന്നുമാണ് ഹൈക്കോടതി ഈ കാര്യത്തിൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ജസ്റ്റിസ് ബെച്ചു കുര്യന്റെ ബെഞ്ചാണ്, സിംഗിൾ ബെഞ്ചാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. അതിനു മുൻപ് തന്നെ ഹർജി നൽകുമ്പോൾ, അതായത് സംസ്ഥാന പോലീസിന്റെ അന്വേഷണം നീതിപൂർവകമായി നടക്കുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് ഹർജിക്കാരെ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ അഡ്വക്കേറ്റ് കോടതിയിൽ പറഞ്ഞതനുസരിച്ചിട്ട്, അതല്ലെങ്കിൽ ആ ഹർജിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സാഹചര്യങ്ങൾ പ്രധാനമായും നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണോ എന്ന് കുടുംബത്തിന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ സംസ്ഥാന പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ വ്യക്തതയില്ല. അതിന് വേണ്ട തരത്തിലുള്ള അന്വേഷണം ശരിയായ വഴിക്ക് നടക്കുന്നില്ല എന്നൊരു തോന്നൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിനുണ്ട്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ, അതായത് സ്ഥലത്തെ പ്രാദേശിക CPM നേതാക്കൾ ഈ കേസിന്റെ അന്വേഷണത്തിൽ ഇടപെടുന്നുണ്ട് എന്നൊരു സംശയം കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇത് പോലീസിനെ കൃത്യമായി അന്വേഷണത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കില്ല. മാത്രമല്ല, പോലീസ് CPM നേതാക്കളുടെ ഡയറക്ഷൻ അനുസരിച്ചിട്ട്, നിർദ്ദേശം അനുസരിച്ചിട്ട് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കും അന്വേഷണം നീങ്ങുമെന്നുള്ള ഒരു ആശങ്ക മഞ്ജുഷയ്ക്കുണ്ട് എന്ന് മഞ്ജുഷ ഹർജിയിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, സംസ്ഥാനത്തെ ഒരു പ്രമുഖ നേതാവ് വെളിപ്പെടുത്തിയിൽ നിന്നും ഇത് കാര്യം വ്യക്തമാണ്. SIT രൂപീകരിച്ചതിൽ പോലും അപാകതയുണ്ട്. കൃത്യമായി അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതിലും അന്വേഷണ സംഘത്തിന് ഡയറക്ഷൻ നൽകുന്നതിലും അപാകത ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത് CPMന്റെ നേതാക്കൾ നിർദ്ദേശിക്കുന്നതനുസരിച്ച് പ്രതിയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്നുള്ള കാര്യം പ്രധാനമായും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റൊരു കാരണമായി, അതായത് നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണ് എന്ന് സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പോലീസിനോട് മാത്രമല്ല, പാർട്ടിയോടുമുള്ള വിശ്വാസം നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ടു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കം നവീൻ ബാബുവിന്റെ വീട്ടിൽ ചെന്ന് അവരെ ആശ്വസിപ്പിച്ച് നീതി ഉറപ്പാക്കുമെന്ന് പറഞ്ഞപ്പോഴും അവിടെ ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായ കണ്ണിൽ പൊടിയിടാനുള്ള ചില നടപടി മാത്രമായി PP ദിവ്യക്കെതിരായ നടപടി, അവരെ മാറ്റി നിർത്തിയത്, പാർട്ടിയുടെ ഘടകത്തിൽ നിന്നൊക്കെ അവരെ മാറ്റി നിർത്തിയതൊക്കെ ആ രീതിയിലുള്ളൊരു നടപടിയായിട്ട് മാത്രം തന്നെയല്ലേ ഈ കുടുംബവും കാണുന്നത്? അതായത് പാർട്ടിയിലുള്ള വിശ്വാസവും അവർക്ക് നഷ്ടപ്പെട്ടു എന്നാണോ മനസ്സിലാക്കേണ്ടത്? സൂചിപ്പിച്ചതുപോലെ പാർട്ടി ഇക്കാര്യത്തിൽ PP ദിവ്യയെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് അത്തരത്തിലുള്ള സംശയമുണ്ട്. ആ സംശയങ്ങൾ നിരത്തിക്കൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണോ എന്ന് സംശയം അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസിന്റെ അന്വേഷണം അത്രയ്ക്കങ്ങോട്ട് വിശ്വസനീയമായ തരത്തിലേക്കല്ല നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം കേന്ദ്ര ഏജൻസി വിഷയത്തിൽ ഇടപെടണം, കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണത്തിന് ചുമതല കൈമാറണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഹർജി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, കളക്ടറും PP ദിവ്യയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം എന്താണ് എന്ന് അന്വേഷിക്കണം. കളക്ടറോട് നവീൻ ബാബു ഈ കാര്യത്തിൽ തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്ന തരത്തിലുള്ള പറഞ്ഞു എന്ന് വിശ്വസിക്കാനാകുന്നില്ല. മാത്രമല്ല, അത്തരത്തിലൊരു മൊഴി നവീൻ ബാബു കളക്ടർ പോലീസിന് നൽകിയിട്ടില്ല എന്ന് ആണ് വ്യക്തമാകുന്നത് എന്ന് മഞ്ജുഷ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിക്ക് ഈ തൊഴിൽ സംരംഭകൻ, അതായത് പെട്രോൾ പമ്പ് തുടങ്ങിയ അപേക്ഷ നൽകിയിരുന്ന പരാതി, മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്ന പരാതി എന്ന് പറയുന്നത് വ്യാജ പരാതിയാണ്, അത് കെട്ടിച്ചമച്ച പരാതിയാണ്. പോലീസ് ഈ കളക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ടും നവീൻ ബാബുവിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങൾ കളക്ട് ചെയ്തിട്ടില്ല എന്നും വ്യക്തമാകുന്നുണ്ട്. ക്ഷമിക്കണം, CCTV ദൃശ്യങ്ങൾ കളക്ട് ചെയ്തിട്ടില്ല. അതിലും അത്തരം കാര്യങ്ങൾ കൂടിയും ഈ കാര്യം വ്യക്തമാകുന്നതാണ്. പക്ഷെ അത്തരത്തിലുള്ള നടപടികളൊന്നും പൂർത്തിയാക്കാതെ പ്രതിയെ സംരക്ഷിക്കുന്ന നീക്കത്തിലേക്ക് CPM ഡയറക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഈ അന്വേഷണത്തിന്റെ
പരിധി ചുരുങ്ങുന്നു എന്ന് തന്നെയാണ് പി പി ദിവ്യയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കമെന്നാണ് ADM നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസ് നൽകുന്ന രൂപീകരിച്ച ഈ അന്വേഷണ സംഘത്തിന്, പ്രത്യേക അന്വേഷണ സംഘത്തിന്, അതിനെ SIT രൂപീകരിച്ചതിൽ തന്നെ അപാകതയുണ്ട് എന്ന് മഞ്ജുഷ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ അപാകതകളൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഈ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തെ അനുവദിക്കരുത് എന്നൊരു ആവശ്യം കൂടി കോടതിയിൽ ഉന്നയിച്ചെങ്കിൽ പോലും അന്വേഷണം SIT നടത്തിക്കോട്ടെ, അതിൻ്റെ പാർലമെന്റ്, അത് അന്വേഷണത്തിൽ വിശ്വാസമില്ലെങ്കിൽ CBIക്ക് വിടാനൊന്നും പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല, അതുകൊണ്ട് അന്വേഷണം നടത്തിക്കോട്ടെ എന്ന് തന്നെ കോടതി നിർദ്ദേശിക്കുകയുണ്ടായിരുന്നു. പക്ഷേ കോടതി ഒരു ഘട്ടത്തിൽ ചോദിച്ചു, ഇത് ആത്മഹത്യയെ സംബന്ധിച്ച്, നവീൻ ബാബുവിന്റെ ആത്മഹത്യയെ സംബന്ധിച്ച കേസല്ലേ, കൊലപാതകമാണെന്ന് പറയാനുണ്ടായ സാഹചര്യം എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ തന്നെ എടുത്തു പറയുന്നുണ്ട്, ഇത്തരത്തിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടില്ല. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയെങ്കിൽ തന്നെ ഒരുപക്ഷെ അത് പ്രതിയെ സംരക്ഷിക്കാൻ, പി പി ദിവ്യയെ സംരക്ഷിക്കാൻ വേണ്ടി പോലീസ് മാറ്റിയതാകാം എന്നൊരു ആരോപണവും കുടുംബത്തിനുണ്ട്. മാത്രമല്ല, ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിൽ കുടുംബത്തെ രാവിലെ 8 മണിക്കാണ് അറിയിക്കുന്നത്, നവീൻ ബാബുവിന്റെ മരണവിവരം അറിയിക്കുന്നത്. പക്ഷേ കുടുംബം കണ്ണൂരിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഈ ഒരു സംഭവം, അതായത് ഇൻക്വസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പൂർത്തീകരിച്ചിരുന്നു. കുടുംബത്തിന്റെ അസാന്നിധ്യത്തിലാണ് ഇതൊക്കെ പൂർത്തിയാക്കിയതും. ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം നീതിപൂർവകമല്ലെന്നും നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണോ, നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണോ എന്നുള്ള സംശയം ഹൈക്കോടതിയിൽ ഉന്നയിക്കുന്നത്. നവീൻ ബാബുവിന്റെ ആത്മഹത്യയല്ല, കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണെന്ന നിലപാടാണ് കോടതിയിൽ നിന്ന് അവർ ഉന്നയിച്ചത്. എന്തായാലും ഡിസംബർ ആദ്യവാരം ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നു. അതിന് മുൻപ് നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ CBIയുടെയും സംസ്ഥാന സർക്കാരിനോടും നിലപാട് തേടിയിട്ടുണ്ട്. അവർ ഈ ഡിസംബർ ആദ്യവാരമാണ് ഇനി ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കുക. സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത് കേരളത്തിലെത്തിയ കുർവാ സംഘത്തെക്കുറിച്ചുള്ള വാർത്തയാണ്. പലയിടങ്ങളിലും ഇപ്പോഴും കുർവാ സംഘം ഭീതി പരത്തുന്നുണ്ട്. കുർവാ സംഘം പല ജില്ലകളിലും മോഷണത്തിന് ശ്രമിക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. കേരളത്തിലെ കുർവാ സംഘത്തിന് ഇനിയും 13 പേരെ കൂടി കണ്ടെത്താനുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇവരിൽ 4 പേർ ഇപ്പോഴും കൊച്ചിയിലുണ്ട്. പിടിയിലായ സന്തോഷിന് തിരുട്ട് ഗ്രാമത്തിൽ 3 വീടുകളുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഡാനി ഇപ്പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ഡാനി, ഈ ആലപ്പുഴയിലെ കുർവാ സംഘത്തിന്റെ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ടാണ് സന്തോഷിനെ പിടികൂടിയത്. അതായത് അവിടെ ആലപ്പുഴയിൽ കവർച്ചാ പരമ്പര തന്നെ നടന്നിരുന്നു. അതിൽ ഒരു കേസിൽ മാത്രമാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. ഇപ്പോഴും 13 പേർ പുറത്തുണ്ട്, 4 പേർ കൊച്ചിയിലുണ്ടെന്ന് പറയുന്നു. പറവൂരിലെ കേസ് കുർവാ സംഘത്തിന്റെ മോഷണ ശ്രമം നടന്നിട്ട് ആഴ്ചകൾ പിന്നിടുന്നു, ഒരു സൂചനയുമില്ല. പോലീസിന്റെ അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച ഉണ്ടെന്ന് പറയേണ്ടതല്ലേ? ടോം, ഇതിൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇത്രയായി സുസജ്ജമായ ഒരു പോലീസ് സേന ഇവരെ അറിയിച്ചു പെറുക്കുന്നു എന്നെല്ലാം പറയുന്നു. അങ്ങനെ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോഴും ഈ കുറുവ സംഘത്തിനെ കുറിച്ച് കൂടി പറയാതെ വയ്യ. കാരണം ഇവരെ ഈ മോഷ്ടിക്കാൻ അവരെ നമ്മൾ അഭിനന്ദിക്കേണ്ട കാര്യമില്ല. എങ്കിൽ കൂടിയും ഈ പോലീസിനെ കബളിപ്പിച്ച് കടന്നു കളയുന്നതിൽ വേണ്ടി അതീവ വിദഗ്ധർ തന്നെയാണ് ഇവർ. കാരണം ഇവർ ഈ മൊബൈൽ ഫോൺ, സാധാരണ നമ്മുടെ പോലീസ് സ്വാഭാവികമായുള്ളൊരു ട്രാക്കിംഗ് രീതിയെല്ലാം ഇവരിൽ അനുവർത്തിക്കാൻ സാധ്യമല്ലാത്തൊരവസ്ഥയിലാണ് പോലീസ് ഉള്ളത്. കാരണം അത്തരം സാങ്കേതിക വിദ്യയോ അത്തരം കാര്യങ്ങളിലോ അല്ല ഇവർ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവർ പരസ്പരം തന്നെയാണ്. അതിൽ മറ്റൊരു ചതിയുടെയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സതീഷ് സെൽവത്തെ പിടികൂടിയിട്ട് നാളുകൾ കഴിഞ്ഞിട്ട് പോലും മറ്റൊരാളിലേക്ക് കടന്നു ചെല്ലാൻ പോലീസിന് കഴിയാത്തതും അതുകൊണ്ടാണ്. 14 അംഗ സംഘം ഇവിടെ, കുർവാ സംഘം ഇവിടേക്ക് സംസ്ഥാനത്തേക്ക് വന്നു എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് പോലീസ് ഔദ്യോഗികമായിട്ട് തന്നെയും. അതിൽ ഒരാളെ മാത്രമേ ഇതിൽ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആലപ്പുഴയിൽ മോഷണ പരമ്പരകൾ നടന്നു, പറവൂരിൽ നിരവധിയായ വീടുകളിൽ മോഷണ ശ്രമങ്ങൾ നടന്നു. അങ്ങനെ എല്ലാം തന്നെ വരുമ്പോഴും ഇവരെക്കുറിച്ച് CCTV ദൃശ്യങ്ങൾ വരുമ്പോഴും ഇവരിലേക്ക് എത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നതിൻ്റെ ഒറ്റൊരു കാരണം ഇവർ ഈ പരസ്പരം ഒറ്റക്കൊടുക്കാതെ ഇവർ അങ്ങോട്ട് മാറുന്നു എന്നതാണ്. ഈ സംഘം ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു എന്നതെല്ലാം തന്നെ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്കിടയിൽ പിന്നീട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നില്ല. കാരണം അതെല്ലാം തന്നെ പിടിക്കപ്പെടാനുള്ളൊരു സാധ്യതകളെല്ലാം തന്നെ ഇവർക്ക് നന്നായി അറിയാവുന്നവർ തന്നെയാണ്. അതുകൊണ്ട് ആ രീതിയിൽ ഒരാൾ പിടിക്കപ്പെട്ടാൽ പിന്നീട് മറ്റൊരു ബന്ധപ്പെടാനുള്ള ഒരു വഴിയും അവശേഷിപ്പിക്കാതെ തന്നെയാണ് ഇവർ മറഞ്ഞിരിക്കുന്നത്. എങ്കിലും ലഭ്യമാവുന്ന വിവരങ്ങൾ, പോലീസിൻ്റെ അറിവിൽ ലഭ്യമാവുന്നത്
ഈ സംഘത്തിലെ ചിലർ ഏതാണ്ട് 4 പേർ ഇവിടെ ഇപ്പോഴും ഉണ്ട് എന്നതാണ്, ലൈവായി ഉണ്ട് എന്നതാണ്. പക്ഷേ അവരെ പിടികൂടുന്നതിലേക്ക് കടന്നു ചെല്ലാൻ പോലീസിന് കഴിയുന്നില്ല. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം ഈ മറ്റു മോഷണ സംഘങ്ങളുമായി ചേർന്നുകൊണ്ട് ഒരു പരിപാടിക്കോ അത്തരം കാര്യങ്ങൾക്ക് ഇവർ നിൽക്കാറില്ല. അവർക്ക് അവരുടേതായ രീതിയിൽ അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. കൃത്യമായ സമയത്ത് അവർ ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്ത് വീടിനകത്ത് കയറുക, അല്ലെങ്കിൽ മോഷണശ്രമം നടത്തുക, അത്തരം കാര്യങ്ങളാണ് അവർ ചെയ്തു പോകുന്നത്. അതിനു മുൻപേ പരിസരം അതിസൂക്ഷ്മമായി നിരീക്ഷിച്ച ശേഷം തന്നെയാണ് കവർച്ച നടത്തുന്നത്. പറവൂരിൽ പോലീസ് പറയുന്നതനുസരിച്ച് ഏതാണ്ട് 4 ദിവസത്തോളം ഈ 2 പേരടങ്ങുന്ന ഈ സംഘം 4 ദിവസത്തോളം പറവൂരിൽ നിരീക്ഷണം നടത്തിയ ശേഷമാണ് വീടുകൾ അതിക്രമിക്കുന്നത്, അതിനകത്തേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്നത്. പലപ്പോഴും തന്നെ ഇവർ ഇവിടങ്ങളിലെല്ലാം തന്നെ വരുന്നത് ഏതെങ്കിലും ജോലി തേടുന്ന രീതിയിലോ അല്ലെങ്കിൽ അവിടെ വീടുകളുടെ പരിസരത്തേക്ക് എളുപ്പത്തിൽ ആക്രി സാധനങ്ങൾ ഇപ്പോഴും ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിലെ വടക്കൻ പ്രദേശങ്ങളിൽ, അങ്കമാലി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ കുറുവാ സംഘമെന്ന് തോന്നിക്കുന്ന ചിലർ എത്തി എന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രചരിക്കുന്നുണ്ട്. അത് ഈ കൊച്ചിയിൽ ഡാനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസ് കൊച്ചിയിൽ ഉണ്ട് എന്ന് പറയുന്ന ആ 4 അംഗ സംഘമായിരിക്കുമോ, അതോ ഈ പോലീസിനെയൊക്കെ വഴിതെറ്റിക്കാൻ, അവരുടെ അന്വേഷണമൊക്കെ വഴിതെറ്റിക്കാൻ ഈ കുറുവാ സംഘം എന്ന വ്യാജേന മോഷണത്തിന് എത്തിയവരായിരിക്കുമോ? ഇപ്പോഴും ജനങ്ങളുടെ ഈ ആശങ്കയ്ക്ക് പോലീസ് തന്നെയല്ലേ ഒരു മറുപടി കൊടുക്കേണ്ടത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ? ടോം, ഇപ്പോഴും പോലീസ് പറവൂരിൽ കണ്ടെത്തിയ 2 അംഗ സംഘം അത് കുറുവാ സംഘമാണെന്ന് നാട്ടുകാരെല്ലാം തന്നെ അതിൻ്റെ മറ്റു CCTV ദൃശ്യങ്ങൾ, കാരണം അവർക്ക് ആർക്കും തന്നെ ഒരു പരിചിതമായ രീതിയിലുള്ള ആളുകളോ കാര്യങ്ങളോ പ്രാദേശികമായുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നാട്ടുകാരുടെ സംശയം വളരെ ബലപ്പെട്ടതായിരുന്നത് കുറുവാ സംഘം തന്നെയാണ്. കാരണം ആ CCTV ദൃശ്യങ്ങൾ ആലപ്പുഴയിലെ ദൃശ്യങ്ങളോട് സമാനമായ രീതിയിലുള്ളതായിരുന്നു. അപ്പോഴും പോലീസ് സംശയിച്ചിരുന്നത് ഈ പ്രാദേശിക സംഘങ്ങൾ ഇങ്ങനെ വേഷം മാറി മറ്റിടങ്ങളിൽ എത്തുക എന്നതെല്ലാം തന്നെയായിരുന്നു. ഒടുവിൽ അത് ഇവർ തന്നെയാണെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്തു. ഇപ്പോൾ പോലീസ് പറയുന്നത്, കാരണം ഇതൊരു അവസരമായിട്ട് മറ്റു മോഷ്ടാക്കളും കാണുന്നു, സ്വാഭാവികമാണ്, ഇതിൽ വരുന്നൊരു കാര്യങ്ങൾ തന്നെയാണ്. കാരണം അങ്കമാലിയിലും പരിസരത്തും ഇവരെ കണ്ടിട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കുറുവാ സംഘമാണെന്ന് ഒരു ആദ്യത്തെ നിഗമനത്തിൽ അതിൽ ഉറപ്പിച്ചു പോകാനായിട്ട് കഴിയില്ല. കാരണം അതിനെ ഉറപ്പിക്കേണ്ടതുണ്ട്. കാരണം ഇവർ നടക്കുന്നത് പോലും പ്രത്യേക രീതിയിൽ തന്നെയാണെന്നാണ് പറഞ്ഞത്. ഓടുകയാണോ അതോ നടക്കുകയാണോ എന്ന് പോലും പറയാത്ത രീതിയിലേക്ക് ആണ് അവരെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ചലനങ്ങളാണുള്ളത്. വലിയ മതിലെല്ലാം അനായാസം ചാടി കടന്നു പോകുന്നവർ തന്നെയാണ്. പറവൂരിൽ അത്തരം സാധ്യതകളാണ് ഉണ്ടായിരുന്നത്. കാരണം അടുത്തടുത്തുള്ള വീടുകളിലേക്ക് വളരെ പെട്ടെന്നാണ് ഇവർ കടന്നു ചെല്ലുന്നത്. അത് തന്നെയാണ് അവർ മിന്നൽ വേഗത്തിൽ കടന്നു ചെന്ന് ഒരു ക്രൂരമായി അതിക്രമിക്കുക. അത് തന്നെയാണ് ഇവരൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അങ്കമാലിയിലെ കണ്ടെത്തിയവരെ കുറിച്ചും പോലീസ് ആ രീതിയിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ജാഗ്രതയോടുകൂടി പോകേണ്ട ഒരു സമയം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം അതിൽ എടുത്തു പറയുന്നത്, കാരണം ഇത്തരത്തിൽ പോലീസ് എല്ലായിടത്തും തന്നെ തിരയുമ്പോൾ പോലും ഈ രീതിയിൽ പ്രത്യക്ഷപ്പെടാൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിനെ കരുതിയിരിക്കുക തന്നെ വേണം. പക്ഷേ പോലീസ് തന്നെ പറയുന്നൊരു കാര്യം, ഇവരിൽ ഒരാൾ പിടിക്കപ്പെട്ടാൽ വളരെ പെട്ടെന്ന് പിന്നീട് ഒരു വിസിബിൾ ആവുന്ന രീതിയിലേക്ക് മറ്റെവിടെയെങ്കിലും മോഷണത്തിന് കയറി വരുന്ന രീതിയിലേക്ക് അവർ ഇല്ല, വളരെ പെട്ടെന്ന് അവർ പിൻവാങ്ങുക തന്നെ ചെയ്യും. പിന്നീട് കുറേ നാളത്തേക്ക് ആ മേഖലയിൽ അവർ കടന്നു വരില്ല. ഇവർ പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഏത് വീട്ടിൽ എവിടെയാണ് കൃത്യമായി കയറാൻ കഴിയുക, കയറുക മാത്രമല്ല അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിയുക എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ സമയം കൊണ്ട് അവർ പരിശോധിക്കുമെന്നതാണ്. പോലീസിൻ്റെ ഒരു ശ്രദ്ധ അല്പം തെറ്റുമ്പോൾ ഏത് നിമിഷത്തേക്കും കടന്നു വരാവുന്ന രീതിയിലേക്ക് അങ്ങനെ ഒരു കൈ അകലത്തിൽ അവർ ഉണ്ടാകുമെന്ന് തന്നെയാണ് നിലവിലെ ഒരു സൂചനകളെല്ലാം തന്നെയുള്ളത്. അതുകൊണ്ട് ഈ മോഷണ സംഘം പൂർണ്ണമായും കേരളം വിട്ടുവെന്നോ അല്ലെങ്കിൽ ഇവിടുന്ന് പൂർണ്ണമായും പിൻവാങ്ങിയെന്നോ ആ രീതിയിലേക്ക് നമുക്ക് അനുമാനിക്കാനായിട്ട് കഴിയുകയില്ല. അവരൊരു രീതി വെച്ചുകൊണ്ട്, കാരണം തിരുട്ട് ഗ്രാമത്തിലടക്കം വലിയ രീതിയിലൊരു പരിശോധനകൾ നടന്നു. സ്വാഭാവികമായി അവർ അവിടെ അത് പരിശോധനകൾ പ്രതീക്ഷിക്കും, അവരവിടെ ചെന്നിട്ടില്ല എന്നതാണ്. എങ്കിൽ മറ്റെവിടെ എന്നതാണ്. അതിർത്തികൾ എല്ലാം തന്നെ പരിശോധനകൾ കാര്യമായിട്ട് ഈ ഘട്ടത്തിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ മറ്റേതെങ്കിലും ജോലിയോ മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് പലരും കൂടുന്നുണ്ടാകാം എന്നതാണ് പോലീസും അനുമാനിക്കുന്നത്. എന്തായാലും തെരച്ചിലുകൾ തുടരുകയാണ്. ജാഗ്രതയോടെ തുടരേണ്ട ഒരു കാലം തന്നെയാണ്. ടോം, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോഴാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. കാരണം ഇപ്പോഴും 13 കുറുവാ സംഘങ്ങൾ
കുർബാ സംഘത്തിൽപ്പെട്ട 13 പേർ ഇപ്പോഴും പുറത്തുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതിൽ 4 പേർ കൊച്ചിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കാം എന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ശബരിമല 18ാം പടിയിൽ നിന്ന് പോലീസുകാർ ഫോട്ടോ എടുത്ത വിവാദ നടപടിയാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. സംഭവത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. SIP ക്യാമ്പിലെ 23 പോലീസുകാരാണ് ഫോട്ടോ എടുത്തത്. ഇവരെ തീവ്ര പരിശീലനത്തിന് അയക്കും. ആചാര ലംഘനമാണെന്നോ ഇത്തരത്തിൽ ഫോട്ടോ എടുക്കരുതെന്ന് അറിയില്ലായിരുന്നുവെന്നും പോലീസുകാർ വിശദീകരണം നൽകിയിരുന്നു. വിഷയത്തിൽ ഹൈക്കോടതി ഏകോപന ചുമതലയുള്ള ADGPയോട് വിശദീകരണം ചോദിച്ചിരുന്നു. ദേവസ്വം ബോർഡും ഫോട്ടോഷൂട്ടിൽ അതൃപ്തി അറിയിച്ചിരുന്നു. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, യഥാർത്ഥത്തിൽ ഈ ഒരു നടപടി ഇത് ആചാര ലംഘനമാണോ? ഇതുപോലെ ഈ 18ാം പടിയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് അത് ഗുരുതരമായൊരു വീഴ്ചയാണോ ഉണ്ടായിരിക്കുന്നത്? എന്താണ് ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ് പറയുന്നത്? ഈ പോലീസുകാരുടെ വീഴ്ച വരുത്തിയ പോലീസുകാരുടെ വിശദീകരണം തൃപ്തികരമല്ലാത്തത് കൊണ്ടാണോ നടപടി ഉണ്ടായിരിക്കുന്നത്? ആചാര ലംഘനമാണോ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ ഒരു പരാമർശം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ 23-ാം തീയതി ശനിയാഴ്ചയാണ് SIP ക്യാമ്പിലെ 23 പോലീസ് ഉദ്യോഗസ്ഥർ സന്നിധാനത്ത് മണ്ഡലകാലത്തോടനുബന്ധിച്ച് നടത്തിയിരുന്ന ഡ്യൂട്ടി അവസാനിച്ച് അവിടെ നിന്ന് പിരിയുന്നതിന് മുന്നോടിയായി 18ാം പടിയിൽ നിന്നുകൊണ്ട് ഇവർ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് പിന്നീട് സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിച്ചു. അതിനിടയിലാണ് കടുത്ത വിമർശനവുമായി ഹൈന്ദവ സംഘടനകളടക്കം രംഗത്ത് വരുന്നൊരു പശ്ചാത്തലമുണ്ടായത്. അത് സർക്കാരിനെ വലിയ തരത്തിൽ വിമർശിക്കുന്ന തരത്തിലേക്ക് തന്നെ, അതായത് നടപടി വൈകുന്നത് എന്താ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് വിമർശിക്കുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുകയും ചെയ്തു. അപ്പോഴാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നടക്കം ഇതിൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടാകുന്നത്. അവിടെയാണ് ശബരിമലയുടെ ചുമതലയുള്ള ചീഫ് പോലീസ് കോർഡിനേറ്റർ ADGP S ശ്രീജിത്തും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് കമ്മീഷണറും ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ വിശദീകരണം നൽകിയത്. അതിന് പിന്നാലെയാണ് ഈ 23 ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി എന്നവണ്ണം അവരെ കടുത്ത പരിശീലനത്തിന് കണ്ണൂരിലേക്ക് ക്യാമ്പിലേക്ക് അയക്കുന്ന തരത്തിലുള്ളൊരു നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് പ്രഥമ ദൃഷ്ടിയ വീഴ്ച ഉണ്ടായിരിക്കുന്നു, അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പാടില്ലായിരുന്നു എന്ന തരത്തിലുള്ളൊരു നിഗമനത്തിലേക്കാണ് ചീഫ് പോലീസ് കോർഡിനേറ്ററുടെ അടക്കം റിപ്പോർട്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇവരെ SIP ക്യാമ്പിലെ 23 പോലീസ് ഉദ്യോഗസ്ഥരെ ഈ അച്ചടക്ക നടപടിയുടെ ഭാഗമായി എന്നോണം പരിശീലനത്തിന്റെ ഭാഗമായി കണ്ണൂർ ക്യാമ്പിലേക്ക് അയക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. വൈകാതെ തന്നെ ക്യാമ്പിലെത്തി ഈ പരിശീലന പരിപാടികളുടെ ഭാഗമാകാനുള്ള നിർദ്ദേശം അവർക്ക് ലഭിച്ചു കഴിഞ്ഞതായാണ് പോലീസ് ആസ്ഥാനത്ത് നിന്നടക്കം ലഭ്യമാകുന്ന സൂചന. ഡാൻ, ഇപ്പോൾ തൽക്കാലം ഇവരെ ഈ തീവ്ര പരിശീലനത്തിന് അയക്കുന്നുണ്ട്. അതിനപ്പുറം ഒരു നടപടി ഉണ്ടാകുമോ? മാത്രമല്ല, ഇതുപോലെ ഈ ശബരിമല ഡ്യൂട്ടിക്ക് പോകുന്ന പോലീസുകാർക്ക് ഈ ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരുടെ, ഇതിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമല്ലേ? ഇതുപോലെ ഈ ഡ്യൂട്ടിക്ക് പോകുന്ന പോലീസുകാർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും ഏതെങ്കിലും രീതിയിലുള്ള ഇതുപോലെ നിർദ്ദേശങ്ങളോ പരിശീലനമോ ഒക്കെ നൽകാറുണ്ടോ? അതോ അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? അതായത് അവിടെ നിന്ന് ഫോട്ടോ എടുത്തതുമായി ബന്ധപ്പെട്ടാണ് ഈ വിമർശനം ഉയർന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഡ്യൂട്ടി ഷിഫ്റ്റിൽ 10 ദിവസവും 14 ദിവസവും കഴിയും തോറും ഉദ്യോഗസ്ഥരെ ഓരോ സംഘങ്ങളെ മാറ്റിയാണ് അവിടെ നിയോഗിക്കാറ്. അത്രയും അധികം ദിവസം ഒരുമിച്ച് ജോലി ചെയ്ത ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് ഒരുമിച്ച് ചിത്രമെടുക്കുന്നതൊക്കെ നേരത്തെയും സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ 18ാം പടി ഈ ചിത്രമെടുക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തതാണ് ഇവിടെ ഈ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. 18ാം പടിയിൽ തന്നെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ 23 പേരും. അവിടെ നിന്ന് ഈ ആളുകളെ 18ാം പടിയിലൂടെ അയ്യപ്പന്മാരെ മുകളിലേക്ക് കയറ്റുന്ന നടപടികളായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം 18ാം പടിയിൽ നിന്ന് ചിത്രമെടുക്കാൻ അവർക്ക് പ്രേരകമായ ഘടകവും അത് തന്നെയാകാം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നു. അത് ആചാര ലംഘനമാണ് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളിലേക്ക് വരെ കാര്യങ്ങളെത്തി. സ്വാഭാവികമായി ഇങ്ങനെയൊരു വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി പുതിയതായി ഡ്യൂട്ടിക്ക് എത്തുന്ന ഉദ്യോഗസ്ഥർക്ക്
കുറിച്ചടക്കം ഏത് തരത്തിലൊക്കെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്തും ജോലി കഴിഞ്ഞ് അവിടെ നിന്ന് മടങ്ങുന്ന സമയത്തും പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ, നിയമങ്ങൾ ഇതനുസരിച്ചൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ നൽകും. സ്പെഷ്യൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മേൽ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെയൊരു വിമർശനം ഉയർന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പെരുമാറ്റത്തെക്കുറിച്ചടക്കം ജാഗ്രതാപൂർവ്വം പെരുമാറാനുള്ളൊരു നിർദ്ദേശം സ്പെഷ്യൽ ഓഫീസറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. അത് കൃത്യമായി ചീഫ് പോലീസ് കോർഡിനേറ്ററും വിലയിരുത്തുന്നുണ്ട് എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല 18ാം പടിയിൽ നിന്ന് ഫോട്ടോ എടുത്ത പോലീസുകാർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. SIP ക്യാമ്പിലെ 23 പോലീസുകാരാണ് ഫോട്ടോ എടുത്ത്. ഇവരെ തീവ്ര പരിശീലനത്തിന് അയക്കാനാണ് തീരുമാനം. കൊല്ലം മൈലാപ്പൂരിൽ യുവാവിന് തീപ്പൊള്ളലേറ്റ സംഭവം കൊലപാതക ശ്രമമെന്ന മൊഴി. ഉമയനല്ലൂർ സ്വദേശി റിയാസിനാണ് പൊള്ളലേറ്റത്. യുവാവിന് തീപ്പൊള്ളലേൽക്കുന്ന CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. കൊളുത്തിയ സമയം രണ്ടുപേർ ഓടി മറയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. രണ്ടുപേർ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ മൊഴി. വിശദാംശങ്ങളുമായി S വിനീഷ് ചേരുന്നുണ്ട്. ഇതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഒരു വീടിനുള്ളിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നതാണ് മനസ്സിലാക്കുന്നത്. രണ്ടുപേർ അവിടെ ചെന്ന് യുവാവിനെ, ഉമയനല്ലൂർ റിയാസ് എന്ന യുവാവിനെ തീ കൊളുത്തുന്നു. അതിനുശേഷം അവർ ഓടി മറയുന്നുണ്ട്. അതൊക്കെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതിനുശേഷമാണ് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നാണിത് കൊലപാതക ശ്രമമാണെന്ന സൂചനകളിലേക്ക് പോലീസ് എത്തിയത്. ആദ്യഘട്ടത്തിൽ ഇത് ആത്മഹത്യാ ശ്രമമെന്ന രീതിയിലായിരുന്നു പോലീസിന്റെ ഒരു അനുമാനം. പക്ഷെ പിന്നീട് ഈ സമീപത്തെ CCTVകൾ പരിശോധിച്ചപ്പോഴാണ് ഇത് കൊലപാതക ശ്രമമാണ്. യുവാവിനെ രണ്ടുപേർ ചേർന്ന് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണെന്ന വിവരങ്ങൾ ലഭ്യമായത്. യുവാവിന്റെ മൊഴിയെടുത്തിട്ടുണ്ട്. യുവാവ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. S വിനീഷ് ചേരുന്നു വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഇത് എവിടെ വെച്ചാണ് സംഭവം ഉണ്ടായത്? വീട്ടിലോ? ആ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കുന്ന ഒരു കടയിൽ, ഒരു സ്ഥാപനത്തിൽ വെച്ചാണ് സംഭവം ഉണ്ടായതെന്നാണ്. രണ്ടുപേർ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന് യുവാവിന്റെ, റിയാസിന്റെ മൊഴി ഉണ്ടല്ലോ. അത് ആരാണെന്ന് ഈ മൊഴിയിൽ വ്യക്തമായി പറയുന്നുണ്ടോ? കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഷഫീഖ്, സുഹൈൽ എന്നു പേരുള്ള 2 പേരാണ് തന്നെ കൂട്ടിക്കൊണ്ടു പോയത് എന്നാണ് ഈ പൊള്ളലേറ്റ ഉമയനല്ലൂർ സ്വദേശി റിയാസ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ റിയാസ് 20,000 രൂപ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഈ പണം തിരികെ കൊടുക്കാത്തതിനുള്ള വിരോധമാണ് ഇത്തരത്തിലുള്ള ഒരു കൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ഒരു മൊഴിയാണ് റിയാസ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്നതും. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ 2 പേരും കൂടി ചേർന്ന് ഈ റിയാസിനെ ഓട്ടോയിൽ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അങ്ങനെ ഓട്ടോയിനുള്ളിൽ വെച്ച് റിയാസുമായി തർക്കത്തിലേർപ്പെട്ടാണ് കയ്യിലിരുന്ന പെട്രോൾ ദേഹത്തേക്ക് ഒഴിച്ച് തീ കൊളുത്തി എന്നാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. റിയാസ് അത്തരത്തിലുള്ള ഒരു മൊഴിയാണ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്നതും. ഗുരുതരമായി പൊള്ളലേറ്റ റിയാസിനെ നാട്ടുകാർ ചേർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ റിയാസ് ഉള്ളതെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. പോലീസ് ഈ ഒരു കാര്യത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വിനീഷ്, ഇത് ഒരു വ്യക്തിപരമായ വിരോധം ആർക്കെങ്കിലും റിയാസിനുണ്ടായിരുന്നോ? ശത്രുക്കൾ ഉണ്ടായിരുന്നോ? ഒരു മുൻവൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ കൊലപ്പെടുത്താനുള്ള ശ്രമം എന്നാണോ പോലീസിന്റെ അനുമാനം? റിയാസ് പോലീസിനോട് മൊഴി നൽകിയത് അതായത് ഈ 2 പേരും, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സുജിത്ത്, ഈ 2 യുവാക്കളുടെ കയ്യിൽ നിന്നായിട്ട്, അതായത് ഷഫീഖ്, സുഹൈൽ എന്നീ 2 പേര് കയ്യിൽ നിന്ന് 20,000 രൂപ കടം വാങ്ങിയതായിട്ട് പറയുന്നുണ്ട്. 20,000 രൂപ കടം ഇദ്ദേഹം തിരികെ കൊടുക്കാനുള്ള കാലതാമസം ഉണ്ടായി. നിരവധി തവണ ഇദ്ദേഹത്തെ തിരക്കി വീട്ടിലേക്ക് എത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ തിരികെ കൊടുക്കാത്തതിനുള്ള വിരോധമാണ് ഈ ഒരു കൃത്യത്തിലേക്ക് നയിച്ചത്. റിയാസ് തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്ത് ജീവിതമാർഗം
ഇത് വരികയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം വീട് വിട്ട് പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ റിയാസുമായിട്ട് ഇവർക്ക് ബന്ധപ്പെടാനൊന്നും സാധിച്ചിരുന്നില്ല എന്നും പറയുന്നുണ്ട്. ഇതിനെ ചൊല്ലിയുള്ള ഒരു വിരോധം, അതായത് ഈ കഴിഞ്ഞ ദിവസമാണ് റിയാസ് നാട്ടിലെത്തുന്നതും അങ്ങനെയാണ് ഈ റിയാസിനെ ഈ യുവാക്കൾ ഓട്ടോയിൽ കൂട്ടിക്കൊണ്ടു പോവുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ ഉണ്ടായ ഒരു തർക്കമാണ് ഒരു ക്രൂരമായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് ഇപ്പോൾ നയിച്ചിരിക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. എസ് വിനീഷാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊല്ലം മൈലാപ്പൂരിലാണ് യുവാവിന് തീപ്പൊള്ളലേറ്റത്. സംഭവം കൊലപാതക ശ്രമമെന്നാണ് യുവാവ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. മേനല്ലൂർ സ്വദേശി റിയാസിനെ രണ്ടുപേർ ചേർന്ന് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. യുവാവ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.